ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് ഡിഷുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു തുവരക്കറിയാണ്. ഈ തുവര എന്ന് പറയുന്ന ധാന്യം കാസർഗോഡ്, കണ്ണൂർ ഭാഗത്താണ് കൂടുതലായി കണ്ടുവരുന്നത്. മറ്റു സ്ഥലങ്ങളിൽ ഈ തുവര എന്ന് പറയുന്ന സാധനം കാണാറില്ല. കാസർഗോഡ്, കണ്ണൂരുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് തുവരക്കറി. തുവര കറി ഉണ്ടാക്കുന്നതിനായിട്ട് 1 കപ്പ് തുവര എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നേന്ത്രക്കായ കുറച്ച് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത്, കായ ഈ പാകത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. തുവര വേവാൻ 5-6 വിസിൽ വരണം. കുതിർത്ത് വെച്ച 5-6 മണിക്കൂർ കുതിർത്ത് വെച്ച തോരയാണെങ്കിൽ ഒരു 3-4 വിസിൽ വന്നാൽ വെന്ത് കിട്ടും. ഇത് കുതിർത്ത് വെച്ചിട്ടില്ല. കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് 1 വിസിൽ വന്ന ശേഷം സിമ്മിലിട്ട് 4-5 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് തണുത്ത ശേഷം തുറന്ന് നോക്കിയാൽ, തുറന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ 1-2 വിസിലടിച്ചാൽ നല്ലപോലെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. 1 പിടി തേങ്ങ മിക്സി ജാറിലേക്കിട്ട് 8 കാന്താരി എടുത്തിട്ടുണ്ട്. കാന്താരിക്ക് പകരം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ വിസിൽ വന്ന് തണുത്ത ശേഷം തുറന്ന് നോക്കാം. തോരയെല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമുക്ക് എത്ര കറി വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത്, കുറച്ച് ലൂസായി എടുക്കുന്നതാണ് ഈ കറി നല്ല രസം ഉണ്ടാവുക. കുറച്ച് ലൂസാക്കി എടുക്കണം. ഇതിലേക്കൊരു 1/4 കപ്പ് കൂടെ വെള്ളം ചേർത്ത് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത്, എണ്ണ നല്ലപോലെ ചൂടായി അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 5-6 വറ്റൽമുളക്, 10 വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും, വെളുത്തുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയാണ് ചേർത്താലാണ് ഈ കറി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് കറിവേപ്പിലയും ചേർത്ത്, ഈ സമയത്ത് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ചതച്ച വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തുവരക്കറിയുടെ 3-4 വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണണം. ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല രുചിയുള്ള തുവരക്കറി റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.